ഇന്ന് മെയ് 26 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണല്ലോ ബിഗ് ബെൻ. സിനിമ നേരത്തെ സൺനെസ്റ്റിലൂടെ OTT റിലീസ് പ്രഖ്യാപിച്ച് പിന്നീട് OTT റിലീസ് തീയതി മാറ്റിവെക്കപ്പെട്ട സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ആദ്യമായിട്ട് ഒരുങ്ങുന്നു. ഫ്ലവേഴ്സ് ആണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ടെലിവിഷൻ പ്രീമിയർ, പിന്നെ OTT റിലീസ് എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. സൺനെസ്റ്റിലൂടെ സിനിമ ഉടനെ OTT റിലീസാകും. രണ്ടാമത്തേത് തിയേറ്ററുകളിലെ വലിയ വിജയം നേടിയെടുത്ത സമീപകാല സിനിമകളിൽ ഒന്നാണല്ലോ ആലപ്പുഴ ജിംഖാന. പക്ഷേ നെസലൻ നായകനെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ഇനി വിറ്റഴിച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. നിലവിൽ നെറ്റ്ഫ്ലിക്സ് അതല്ലെങ്കിൽ സോണി ലിവ് സിനിമ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മാസം അതല്ലെങ്കിൽ ജൂണോടെ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. തമിഴിലെ വലിയ വിജയം നേടിയെടുത്ത ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ടൂറിസ്റ്റ് ഫാമിലി. ഇപ്പോഴത്തെ സിനിമയുടെ HD പതിപ്പിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ് പല തമിഴ് സിനിമകളുടെ അതേ രീതിയിൽ. ഇതിനിടയിൽ സിനിമയുടെ OTT റിലീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ അവസാന വാരത്തോടെയാണ് എന്നാണ് അവസാന അപ്ഡേറ്റ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ അക്ഷയ് കുമാറിന്റെ ഹിന്ദി സിനിമയാണ് കേസരി ചാപ്റ്റർ 2. ചിത്രത്തിന്റെ OTT അവകാശങ്ങളും ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ജൂൺ മാസം പകുതിയോടെയാണ് സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുന്നത്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത ഒരു തെലുഗു സീരീസ് ആണല്ലോ റാണ നായിഡു. ഈ സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. വെങ്കടേഷ്, ഒപ്പം തന്നെ റാണ ദഗുപെട്ടി തുടങ്ങിയവർ അഭിനയിച്ച സീരീസ് ഈ ജൂൺ മാസം 13-ാം തീയതി ആയിരിക്കും നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസാകുക. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഈ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അപ്ഡേറ്റ് ആണ്. ഇപ്പോഴും മികച്ച കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിലെ മുന്നേറുന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ദിലീപിന്റെ മുൻ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ മനോരമ മാക്സ് സ്വന്തമാക്കിയ ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിനിമയുടെ OTT റിലീസ് ജൂൺ അവസാനത്തോടെ അതല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് അവസാന അപ്ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം പ്രിൻസിന്റെ OTT റിലീസിനായിട്ട്.